കാലങ്ങളായി BRSന്റെ കൈകളിൽ ഭദ്രമായിരുന്ന തെലങ്കാന. ആ തെലങ്കാനയിൽ ചെറുപ്പക്കാരനായ ഒരു കോൺഗ്രസ് നേതാവ് അധികാരം ഏറ്റെടുക്കുന്നു. തെലങ്കാന കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി എത്തുകയും പിന്നീട് തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്യുന്ന രേവന്ത് റെഡ്ഡി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയോട് അങ്ങനെ വലിയ ദേഷ്യമൊന്നുമില്ലെന്നും അദ്ദേഹത്തോട് ബഹുമാനമാണെന്നും പലവരും പറഞ്ഞിട്ടുള്ള രേവന്ത് റെഡ്ഡി ദേശീയ തലത്തിൽ BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നത് പോലെ രേവന്ത് റെഡ്ഡി BRSൽ നിന്ന് കോൺഗ്രസിലേക്ക് ആളുകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി അധികാരത്തിലേറിയതിനു ശേഷം ഇപ്പോൾ 6 MLAമാരും 6 MLCമാരും അധികാരത്തിൽ എത്തിയിരിക്കുകയാണ്. കേരളത്തിലുള്ളതുപോലെ MLAമാർ മാത്രമല്ല തെലങ്കാനയിലുള്ളത്, MLCമാരുമുണ്ട്. അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. തെരഞ്ഞെടുപ്പൊന്നുമില്ലാതെ തന്നെ രാജ്യസഭയിലേക്ക് MPമാരെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണ് MLCയിലേക്ക് സാമാജികരെ തെരഞ്ഞെടുക്കുന്നത്. അത്തരത്തിൽ തെലങ്കാനയിലുള്ള 6 MLAമാരും 6 MLCമാരുമാണ് ഇപ്പോൾ BRSൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആശ്വാസമായി നിന്നതും എന്നാൽ കോൺഗ്രസ് ഒട്ടും പ്രതീക്ഷിക്കാതെ വെച്ചിരുന്നതുമായ തെലങ്കാനയിൽ വമ്പൻ വിജയമാണ് രേവന്ത് റെഡ്ഡി നേടിക്കൊടുത്തത്. അവിടുത്തെ കോൺഗ്രസിന് വീണ്ടും വീണ്ടും ആശ്വസിക്കുവാനും വീണ്ടും പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പാർട്ടിയെ വളർത്തിയെടുത്ത് അധികാരത്തിലേക്ക് എത്തിക്കുക മാത്രമല്ല രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ ചെയ്യുന്നത്, മറിച്ച് മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് നേതാക്കന്മാരെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പാർട്ടിയെ പൂർവാധികം ശക്തിപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു 15-20 വർഷത്തേക്ക് കോൺഗ്രസിനെ മറ്റൊരു പാർട്ടിയാലും തൊടാൻ കഴിയാത്ത തരത്തിലേക്ക് അത്രമേൽ ശക്തിയാർജിച്ച ഒരു വലിയ പ്രസ്ഥാനമായി മാറ്റുന്ന തരത്തിലേക്ക് തെലങ്കാനയിൽ ഊണുമുറക്കവും ഉപേക്ഷിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനെ പോലെ തന്നെയാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായ കോൺഗ്രസിന്റെ PCC അധ്യക്ഷനായ രേവന്ത് റെഡ്ഡിയുടെ പ്രവർത്തനങ്ങൾ. 6 MLAമാരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കോൺഗ്രസിലേക്ക് കൂറുമാറി ചേക്കേറിയത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ രേവന്ത് റെഡ്ഡിയുടെ ജൂബിലി ഹിൽസ് എന്ന വസതിയിൽ വെച്ചിട്ടായിരുന്നു 6 MLCമാർ കൂടി BRSൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. അതായത് രാഷ്ട്രീയപരമായി പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ കഴിയുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് പാർട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ച് പ്രധാന രാഷ്ട്രീയ ശത്രുവായ BRSൽ നിന്ന് മുതിർന്ന നേതാക്കന്മാരെ BRSൽ നിന്ന് കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രഗത്ഭനാണ് രേവന്ത് റെഡ്ഡി. ഇന്നലെ ഡൽഹിയിലായിരുന്ന രേവന്ത് റെഡ്ഡി ആദ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും സന്ദർശിക്കുന്നു. പിന്നീട് സംസ്ഥാനത്തിന്റെ വിവിധ തരത്തിലുള്ള വികസനങ്ങളെ പറ്റിയിട്ടും സംസ്ഥാനത്തെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ പറ്റി കാര്യമായ രീതിയിലുള്ള ചർച്ചകളും നടത്തിയതിനു ശേഷം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുന ഖാർഗെയും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെയും നേരിട്ട് കണ്ടതിനു ശേഷം ചർച്ചകൾക്കെല്ലാം ഒടുവിൽ വൈകുന്നേരത്തോടു കൂടിയാണ് ഹൈദരാബാദിൽ എത്തുന്നത്. ഹൈദരാബാദിലെ തന്റെ ജൂബിലി ഹിൽസ് എന്ന ഭവനത്തിലേക്ക് 6 MLCമാരും എത്തി BRSൽ നിന്ന് കോൺഗ്രസിലേക്ക് മാറുകയായിരുന്നു. ഇതിനു മുമ്പ് BRSലെ തന്നെ ഒരു രാജ്യസഭാ MPയെയും അദ്ദേഹം കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതായത് ഇപ്പോൾ BRS വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയിട്ടുള്ളത് 6 MLAമാരും 6 MLCമാരും ഒരു രാജ്യസഭാ അംഗവുമാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി എല്ലാ തരത്തിലും സജ്ജമായി മുൻപോട്ട് പോവുകയാണ് രേവന്ത് റെഡ്ഡി. വരുന്ന കാലങ്ങളിലൊന്നും ഇനി മറ്റൊരു പാർട്ടിക്കും തെലങ്കാനയിൽ കാലുകുത്തുവാൻ കഴിയാത്ത തരത്തിലേക്ക് ശക്തിപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം രേവന്ത് റെഡ്ഡിയുടെ ഉദ്ദേശം.